What is TESOL? TESOL means Teaching English to Speakers of Other Languages. അതായത് മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള എയിമോടുകൂടി വന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് നമ്മൾ TESOL അല്ലെങ്കിൽ TESOL ഓർ ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ L1, അതായത് നമ്മുടെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലാത്ത വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് TESOL എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ടു ഇൻഡിവിജ്വൽസ് ഹൂസ് നേറ്റീവ് ലാംഗ്വേജ് ഇസ് നോട്ട് ഇംഗ്ലീഷ്. അതായത് എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻഡിവിജ്വൽസിനെ പഠിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരിൽ ആ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ പഠിപ്പിച്ചെടുക്കപ്പെടുന്ന ആൾക്കാരുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ല, അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഉള്ളതെന്നാണ്. നോട്ട് ഫോർ സ്റ്റുഡൻസ് ബട്ട് ഫോർ എവറി ഏജസ് ഫ്രം ബിഗിനേഴ്സ് ടു അഡ്വാൻസ്ഡ്. ഓക്കെ, ബിഗിനേഴ്സ് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള എല്ലാ ഏജസിലുള്ള ആൾക്കാർക്കും എന്താണ് ഈ TESOL എന്താണ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ മലയാളീസിൻ്റെ കാര്യം പറഞ്ഞാൽ മലയാളീസിന് ഇംഗ്ലീഷ് പറയുന്നതിൽ ഒരു ഫ്ലുവൻസിക്ക് ചിലപ്പോൾ കുറവ് കാണാം ചിലർക്ക്. ഓക്കെ, നോട്ട് ഫോർ എവറി വൺ ബട്ട് ഫോർ മീ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാനൊക്കെ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അവരുടെ മദർ ടങ് എന്ന് പറയുന്നത്, നമ്മുടെ മദർ ടങ് മലയാളമാണ്. അപ്പോൾ വി ആർ നോട്ട് ഇംഗ്ലീഷ് നേറ്റീവ്സ്. സോ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ TESOLനെ പറയാം. അല്ലെങ്കിൽ മറ്റ് നാട്ടിലൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് മറ്റ് നേറ്റീവ് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത ബാക്കിയുള്ള ആൾക്കാരെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് TESOL എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇംഗ്ലീഷിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എല്ലാവരും ഈ സ്പീക്കിംഗ് ക്ലാസ്സസിനൊക്കെ പോകുന്നത് കേട്ടിട്ടില്ലേ? യൂട്യൂബ്സിലൊക്കെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു TESOL കാറ്റഗറിക്ക് അകത്ത് വരുന്നതാണ്. ആൻഡ് ഇത് ഈ ഒരു ഇതിൻ്റെ ഈ TESOLൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതുമാത്രമല്ല ടീച്ചേഴ്സിനായിക്കോട്ടെ എഡ്യൂക്കേറ്റേഴ്സിനായിക്കോട്ടെ ഒരു കോൺഫിഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് നമ്മുടെ TESOL എന്ന് പറയുന്നത്. ഓക്കേ.